ഹലോ ഗായ്സ്, ഇന്നൊരു ചൂരമീൻ അച്ചാറിട്ടാലോ? അപ്പോൾ അതിനായിട്ട് കഷ്ണമാക്കി വെച്ചേക്കുന്ന ചൂരമീനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് 50 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അച്ചാറിടാം. ചൂടായ പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ഡീപ്പ് ഫ്രൈ ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പാൻ മാറ്റുന്നുള്ളൂ. കുറച്ച് കുഴിവുള്ള പാനിലോട്ട് സെയിം എണ്ണ ഒഴിക്കുക. ആ വറുത്ത എണ്ണ തന്നെ ഒഴിക്കുക. അതിനകത്തോട്ട് കടുക്, ഉലുവ ഇട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മുരിയുന്നിടം വരെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കണം. അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലതായിട്ട് മിക്സ് ആവണം. അതിനുശേഷം ചെറിയ തീയിൽ വിനീഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ പണി തീർക്കാം. ചൂടാറിയതിനു ശേഷം നമുക്കിത് വേറെ ഏതെങ്കിലും നനവില്ലാത്ത ബോട്ടിലോട്ട് മാറ്റി ഒരു 2 ഡേയ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.